അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു റെസിപ്പി വീഡിയോ ആയിട്ടല്ല, പകരം നമ്മുടെയൊക്കെ ഡെയിലി ലൈഫിൽ നമുക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ക്ലീനിങ് ടിപ്സുമായിട്ടാണ്. നമ്മുടെയൊക്കെ വീടുകളിൽ നമ്മൾ ഡെയിലി ഉപയോഗിച്ച് വരുന്ന നിലവിളക്ക്, പൂജാപാത്രങ്ങൾ, അതുപോലെ തന്നെ ഓട്ടുപാത്രങ്ങൾ, ഉപയോഗിക്കാതെ മാറ്റി വെച്ചിരിക്കുന്ന ക്ലാവ് പിടിച്ച പാത്രങ്ങൾ, അതുപോലെ തന്നെ വെള്ളി ആഭരണങ്ങൾ, ഇതൊക്കെ നമുക്ക് വളരെ എളുപ്പത്തിൽ നമ്മുടെയൊക്കെ വീടുകളിൽ നമ്മൾ എപ്പോഴും ഉപയോഗിച്ച് വരുന്ന ഒന്ന് രണ്ട് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് ഇതൊക്കെ എങ്ങനെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ള ടിപ്പാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണാൻ ശ്രമിക്കുക. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് എൻ്റെ ഒരു വീഡിയോ യൂസ്ഫുള്ളായിട്ട് തോന്നുവാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടാതെ നമ്മുടെ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്കിതൊക്കെ എങ്ങനെയാണ് ക്ലീൻ ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. ഞാനിപ്പോൾ ഇവിടെ ആദ്യം തന്നെ നിലവിളക്കൊക്കെയാണ് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ പോകുന്നത്. ഞാനിപ്പോൾ ഇവിടെ ഒരു നിലവിളക്കും അതുപോലെ തന്നെ ഒരു പ്ലേറ്റും ഞാനിപ്പോൾ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലിപ്പോൾ അത്യാവശ്യം എണ്ണമെഴുക്കും അതുപോലെ തന്നെ ചെറുതായിട്ട് അഴുക്കൊക്കെ ഒന്ന് പിടിച്ച് വന്നിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് വളരെ സിമ്പിളായിട്ട് എങ്ങനെ ക്ലീൻ ചെയ്തെടുക്കാം നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ആ ഒരു നിലവിളക്കിൽ നമ്മൾ നേരത്തെ ഉണ്ടായിരുന്ന തിരിയോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റിയെടുക്കുക. അതിനുശേഷം ഒരു കോട്ടൺ തുണിയോ അല്ലെങ്കിൽ ഒരു ടിഷ്യൂ പേപ്പറോ എന്തെങ്കിലും ഉപയോഗിച്ച് ആ വിളക്കിൽ ബാക്കിയുണ്ടായിരുന്ന ആ ഒരു എണ്ണമെഴുക്കെല്ലാം ഒന്ന് തുടച്ച് മാറ്റണം. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അതിനുശേഷം നമ്മൾ ക്ലീൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ആ ഒരു സൊല്യൂഷൻ ഉണ്ടല്ലോ, അത് വന്നിട്ട് ഞാനിപ്പോൾ ഇതിലേക്ക് ഒന്ന് തേച്ച് പിടിപ്പിക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇവിടെ ഒരു സ്റ്റീലിൻ്റെ സ്ക്രബാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റീൽ സ്ക്രബിൻ്റെ ആവശ്യമൊന്നുമില്ല. സാധാരണ സ്പോഞ്ച് വെച്ചിട്ട് നമുക്കിത് ക്ലീൻ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഒരുപാട് ശക്തിക്ക് ഉരച്ച് കഴുകേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ എന്തെങ്കിലും അഴുക്കോ ക്ലാവോ ഒക്കെ നല്ലപോലെ പിടിച്ചിരിപ്പുണ്ടെങ്കിൽ മാത്രം ഇതുപോലൊരു സ്റ്റീൽ സ്ക്രബ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതൊക്കെ മാറിക്കിട്ടും. ഞാനിപ്പോൾ ഇതിൽ ഒരുപാട് ശക്തി എടുത്ത് ഉരച്ച് കഴുകുന്നൊന്നുമില്ല. നമ്മുടെ സാധാരണ പാത്രങ്ങളൊക്കെ കഴുകുന്ന പോലെ തന്നെയാണ് ഞാനിത് കഴുകിയെടുക്കുന്നത്. പിന്നെ ഇതുപോലെ തന്നെ നമ്മുടെ നിലവിളക്ക്, അതുപോലെ തന്നെ ഓട്ടുപാത്രങ്ങൾ, അലങ്കാര വിളക്ക്, ഇതൊക്കെ ക്ലീൻ ചെയ്യാനുള്ള വേറെ കുറച്ച് ടിപ്സും കൂടി ഇതിന് മുൻപുള്ള കുറച്ച് വീഡിയോസിൽ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതിൽ നിങ്ങൾക്ക് ഏറ്റവും എളുപ്പമായിട്ട് തോന്നിയത് ഏതാണോ അത് വെച്ചിട്ട് നിങ്ങൾക്ക് ക്ലീൻ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ചില സ്ഥലങ്ങളിൽ ഞാൻ നേരത്തെ ചാമ്പൽ വെച്ചിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചാമ്പൽ എല്ലാ സ്ഥലത്തും കിട്ടണം നിർബന്ധമില്ല. ഇപ്പോൾ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്കാണെങ്കിൽ അതൊക്കെ കിട്ടാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഇതുപോലുള്ള സൊല്യൂഷൻ വെച്ചിട്ട് ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ്. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും എത്രത്തോളം ക്ലീൻ ആയിട്ടുണ്ടെന്ന്. ഞാനിപ്പോൾ ഒരുപാട് അങ്ങനെ ഉരച്ച് കഴുകിയിട്ടൊന്നുമില്ല. സാധാരണ പാത്രങ്ങളൊക്കെ കഴുകുന്ന പോലെയാണ് ഞാനിത് കഴുകിയെടുത്തിരിക്കുന്നത്. പിന്നെ ഞാൻ ഇപ്പോൾ എടുത്തിരിക്കുന്ന ഈ ഒരു കുഞ്ഞു നിലവിളക്കിൽ അത്യാവശ്യം എണ്ണക്കറയൊക്കെ ഉണ്ട്. ഈ ഒരു വിളക്ക് ഞാനിപ്പോൾ നല്ലപോലെ ഒന്ന് ഉരച്ച് കഴുകുന്നുണ്ട്. തന്നെയല്ല അതിൽ ചെറുതായിട്ട് ഇങ്ങനെ ഒരു കറുത്ത പാടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ ഇതുപോലെ ഈ ഒരു സ്ക്രബ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉരച്ച് കഴുകുന്നുണ്ട്. പിന്നെ നമ്മൾ ഡെയിലി അതല്ലെങ്കിൽ 1-2 ദിവസം കൂടുമ്പോഴൊക്കെ നമ്മൾ ക്ലീൻ ചെയ്യുന്ന വിളക്കൊക്കെ ആണെങ്കിൽ ഈ ഒരു സ്ക്രബിൻ്റെ പോലും ആവശ്യമില്ല. നമ്മൾ എടുത്തിരിക്കുന്ന ഈ ഒരു സൊല്യൂഷൻ വന്നിട്ട് വെറുതെ നമ്മുടെ കൈ വെച്ചിട്ട് ഇതുപോലൊന്ന് ക്ലീൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പോലും വിളക്കെല്ലാം നല്ല സ്വർണ്ണം പോലെ വെട്ടിത്തിളങ്ങും. അപ്പോൾ ഞാൻ ഈ ഒരു വിളക്കൊക്കെ ക്ലീൻ ചെയ്യാൻ ഉപയോഗിച്ചിരിക്കുന്ന സൊല്യൂഷൻ എന്താണെന്നുള്ളത് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് നമ്മുടെ സബീന പൊടിയാണ്. ഇതിപ്പോൾ വന്നിട്ട് അത്യാവശ്യം എല്ലാ സൂപ്പർ മാർക്കറ്റുകളിലും നമുക്കിത് അവൈലബിൾ ആണ്. ഒരുപാട് വിലയുള്ളതൊന്നുമല്ല. ഇതിപ്പോൾ നമുക്ക് എത്രത്തോളം ആവശ്യമുണ്ടോ അതനുസരിച്ച് നമുക്കൊരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം. അതോടൊപ്പം തന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ചെറുനാരങ്ങയാണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു 3 ചെറുനാരങ്ങയുടെ നീര് ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഒരു സൊല്യൂഷൻ വെച്ചിട്ടാണ് നമ്മുടെ നിലവിളക്കും അതുപോലെ തന്നെ ഓട്ടുപാത്രങ്ങൾ, ക്ലാവ് പിടിച്ച പാത്രങ്ങൾ, ഇതൊക്കെ നമ്മൾ ക്ലീൻ ചെയ്തെടുക്കുന്നത്. പിന്നെ ഈ ഒരു സബീന പൊടിക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ഏതെങ്കിലും ഒരു ഡിഷ് വാഷ് പൗഡറോ ലിക്വിഡോ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതോടൊപ്പം ചെറുനാരങ്ങ നീരും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കണം. പിന്നെ ചിലർക്ക് കൈക്കൊക്കെ എന്തെങ്കിലും അലർജി പോലുള്ളവർ, അതുപോലെ തന്നെ ഈ ചെറുനാരങ്ങ നീരൊക്കെ ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ ചിലർക്ക് സ്കിന്നൊക്കെ ഒന്ന് ഡ്രൈ ആവാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെയൊക്കെ ഉള്ളവരാണെങ്കിൽ നമ്മൾ ഇതുപോലെ ക്ലീൻ ചെയ്യുന്നതിനൊക്കെ മുമ്പായിട്ട് കയ്യിലൊരു ഗ്ലൗസ് ധരിക്കുക. അതിനുശേഷം ക്ലീൻ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അതും കൂടി ഒന്ന് ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മുടെ നിലവിളക്കും കാര്യങ്ങളെല്ലാം ഞാനിപ്പോൾ ഇവിടെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതെല്ലാം ഒന്ന് കഴുകി കൊണ്ടുവരാം. അപ്പോൾ നമ്മുടെ വിളക്കെല്ലാം നല്ല സ്വർണ്ണം പോലെ വെട്ടിത്തിളങ്ങുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് അങ്ങനെ ഉരച്ച് കഴുകിയിട്ടൊന്നുമില്ല. സാധാരണ പാത്രങ്ങളൊക്കെ കഴുകുന്ന പോലെയാണ് ഞാനിത് കഴുകിയെടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ നമുക്കിതൊരു കോട്ടൺ തുണി എന്തെങ്കിലും വെച്ചിട്ട് അതിനകത്തുള്ള ഒരു വെള്ളത്തിൻ്റെ അംശമെല്ലാം ഒന്ന് നല്ലപോലെ തുടച്ച് കൊടുക്കാം. വെയിലത്തൊന്നും വെച്ച് ചൂടാക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനിയിപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്കൊന്ന് ചെറുതായിട്ട് ചൂട് കൊള്ളിക്കാവുന്നതാണ്. ഞാനിപ്പോൾ ജസ്റ്റ് ഈ ഒരു കോട്ടൺ തുണി വെച്ചിട്ടൊന്ന് തുടച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. കണ്ടില്ലേ, നല്ല പളപളാന്ന്
സ്വർണം പോലെ വെട്ടിത്തിളങ്ങുന്നുണ്ട് നമ്മുടെ നിലവിളക്കൊക്കെ. ഇതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ഉരുളി, അതുപോലെ തന്നെ പൂജാപാത്രങ്ങൾ, ഇതൊക്കെ നമുക്ക് ഇതുപോലെ തന്നെ ഈ ഒരു സൊല്യൂഷൻ വെച്ചിട്ട് ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ്. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ വെള്ളി ആഭരണങ്ങൾ, അതുപോലെ തന്നെ വെള്ളി വിളക്കുകൾ, ഇതൊക്കെ നമുക്ക് എങ്ങനെയാണ് ക്ലീൻ ചെയ്തെടുക്കുന്നത് നോക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു വിളക്കും, അതുപോലെ തന്നെ ഒരു പ്ലേറ്റ്, പിന്നെ അതുപോലെ നമ്മുടെ പാദസരം, ഇതൊക്കെ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഇപ്പോൾ അത്യാവശ്യം നല്ലപോലെ അതിൻ്റെ ഒരു കളറൊക്കെ ഒന്ന് ഫെയ്ഡായി വന്നിട്ടുണ്ട്. വിളക്ക് ഞാൻ നല്ലപോലെ ഒന്ന് കഴുകി എടുത്തിട്ടുണ്ടായിരുന്നു. നേരത്തെ നമ്മൾ ഉപയോഗിച്ചിരുന്ന ആ ഒരു തിരിയൊക്കെ കളഞ്ഞ് സാധാരണ സോപ്പ് ലിക്വിഡൊക്കെ വെച്ചിട്ട് ഒന്ന് കഴുകി എടുത്തതാണ്. ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് പോളിഷ് ചെയ്യണം. ഞാനിപ്പോൾ ഈ ഒരു പൊടി ഇട്ടതിന് ശേഷം നമ്മുടെ കൈ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ പോളിഷ് ചെയ്യുന്നത്. പിന്നെ ഇതുപോലെ ഡിസൈൻ ഒക്കെ വരുന്ന ഭാഗങ്ങളാണെങ്കിൽ നമുക്ക് ഇതുപോലെ ഒരു ടൂത്ത് ബ്രഷ് ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പോൾ ഈ ഒരു വിളക്കിൻ്റെ ഒക്കെ ആണെങ്കിൽ തന്നെ ഈ ഒരു ചെറിയ ചെറിയ ഡിസൈനൊക്കെ ഉള്ള ഭാഗത്ത് നമുക്ക് ഇതുപോലെ ടൂത്ത് ബ്രഷ് വെച്ചിട്ട് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു ടൂത്ത് ബ്രഷ് വന്നിട്ട് ഞാൻ ഇതിനു വേണ്ടി മാറ്റി വെച്ചിരിക്കുന്നതാണ്, വിളക്കൊക്കെ കഴുകാനുള്ളത് കൊണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾ സാധാരണ പാദസരമൊക്കെ ക്ലീൻ ചെയ്യാനാണെന്ന് വരികിൽ നമ്മൾ നേരത്തെ ഉപയോഗിച്ചിരുന്ന ഏതെങ്കിലും പഴയ ഒരു ടൂത്ത് ബ്രഷ് വെച്ചിട്ട് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ്. പിന്നെ സ്റ്റോൺ ഒക്കെയുള്ള വെള്ളി ആഭരണങ്ങളാണെങ്കിൽ അത് വന്നിട്ട് നമ്മൾ ജ്വല്ലറി കൊടുത്ത് പോളിഷ് ചെയ്യുന്നതായിരിക്കും നല്ലത്. നമ്മൾ ഇതുപോലെ ബ്രഷൊക്കെ വെച്ച് ഉരച്ച് കഴിഞ്ഞാൽ അതിലുള്ള ആ ഒരു സ്റ്റോൺ എല്ലാം അങ്ങ് ഇളകി പോകാൻ ചാൻസസ് ഉണ്ട്. അപ്പം അതുകൊണ്ട് അതൊക്കെ നമ്മൾ ജ്വല്ലറി കൊടുത്ത് തന്നെ പോളിഷ് ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെ ഞാൻ ഇതെല്ലാം ക്ലീൻ ചെയ്യാനായിട്ട് എടുത്തിരിക്കുന്ന ഒരു പൊടി വന്നിട്ട് ഭസ്മമാണ്. നമ്മൾ സാധാരണ നെറ്റിയിലൊക്കെ തൊടാറുള്ള ഒരു ഭസ്മമില്ലേ, അതാണ് ഞാൻ ഇതിലേക്ക് എടുത്തിരിക്കുന്നത്. ഒരു ഭസ്മം വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് തുടച്ചു കൊടുത്തു കഴിഞ്ഞാൽ വെള്ളി ആഭരണങ്ങളെല്ലാം നല്ലപോലെ ക്ലീനായി വരും. നമ്മൾ ജ്വല്ലറിയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ആ ഒരു തിളക്കം നമുക്ക് ലഭിക്കും. പിന്നെ നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്ന ഈ ഒരു പാദസരത്തിലൊക്കെ ഒരുപാട് അഴുക്കുണ്ടെന്ന് വരികിൽ നമ്മൾ ഇതുപോലെ പോളിഷ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഒരു മുക്കാൽ മണിക്കൂർ സാധാരണ പച്ചവെള്ളത്തിൽ കുറച്ച് ഷാമ്പുവോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സോപ്പ് ലിക്വിഡോ എന്തെങ്കിലും ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം അതിലൊരു മുക്കാൽ മണിക്കൂർ ഒന്ന് ഇട്ട് വെക്കുക. അത് കഴിഞ്ഞിട്ട് ഇതുപോലെ ഒരു ടൂത്ത് ബ്രഷ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉരച്ച് കഴുകണം. അതിനുശേഷം ഇതുപോലെ ഭസ്മം വെച്ചിട്ട് ഒന്ന് പോളിഷ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പാദസരമൊക്കെ നല്ല പുതുപുത്തൻ പോലെ, അതായത് നമ്മൾ ജ്വല്ലറിയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ തിളക്കം നമുക്ക് കിട്ടും. അപ്പോൾ ഞാൻ ഇതെല്ലാം ഇവിടെ നല്ലപോലെ ഒന്ന് പോളിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നമുക്കൊന്ന് കഴുകിയെടുക്കണം. സോപ്പൊന്നും തേച്ച് കഴുകേണ്ട ആവശ്യമില്ല. നമ്മൾ സാധാരണ വെള്ളത്തിൽ ഒന്ന് നല്ലപോലെ കഴുകിയെടുത്താൽ മതിയാകും. അപ്പോൾ ഞാൻ ഇതെല്ലാം ഒന്ന് കഴുകി കൊണ്ടുവരാം. അപ്പോൾ നമ്മുടെ വെള്ളിയെല്ലാം ഞാനിപ്പോൾ ഇവിടെ ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്കിതിപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും എത്രത്തോളം ക്ലീൻ ആയിട്ടുണ്ടെന്നുള്ളത്. നമ്മൾ ആദ്യം എടുത്ത ആ ഒരു കളറും ഇപ്പോഴത്തെ ആ ഒരു കളറും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ഇപ്പോൾ നമുക്കിത് വേണമെങ്കിൽ ഒരു കോട്ടൺ തുണി എന്തെങ്കിലും ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇന്നത്തെ നമ്മുടെ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് കരുതുന്നു. യൂസ്ഫുൾ ആകുവാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടാതെ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കാവുന്നതാണ്. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും ടേക്ക് കെയർ. ബൈ.